നമസ്കാരം. ഇത് ആരണ്യകത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ വ്യാപകമായി വളരെ മാരകമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ജൈവ വൈവിധ്യത്തിൻ്റെ നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാംസ്കാരിക തനിമയിൽ അതിസൂക്ഷ്മമായ പാരിസ്ഥിതിക പാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹിന്ദുമതത്തിലെ വിശ്വാസങ്ങളിൽ, അവിടുത്തെ ആചാരങ്ങളിൽ ഒക്കെ ഇത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം എന്നുള്ള പാട്ടില്ലേ, ആ പ്രശസ്തമായ പാട്ടിൽ ഉപയോഗിക്കുന്ന പൂക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവയെല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ശിവഭഗവാന് പ്രിയപ്പെട്ട കൂവളത്തെക്കുറിച്ച് പറയുമ്പോൾ ആയുർവേദത്തിലടക്കം ഇംഗ്ലീഷ് മരുന്നിലടക്കം ഉപയോഗിക്കുന്ന ഒരു ഔഷധം എന്നുള്ള നിലയിൽ അതിനുള്ള പ്രാധാന്യം വലുതാണ്. അങ്ങനെ താമരയായാലും തുളസി ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള വളരെ വിപുലമായിട്ടുള്ള ഔഷധ പെരുമയുള്ള ചെടികളാണ്. അവയൊക്കെ തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ക്ഷേത്രങ്ങളിൽ ധാരാളമായ ആളുകൾ എത്തുന്നു. അവരവിടുത്തെ തീർത്ഥമായും അവിടുത്തെ പ്രസാദമായും അരവണയായും ഒക്കെ അവിടെ നിന്ന് ഇതൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ നിന്നുള്ള ഏറ്റവും ശുദ്ധമായ സാധനങ്ങൾ, പറ്റുമെങ്കിൽ ഔഷധ ഗുണമുള്ളത് അവർക്ക് കൊടുക്കണം എന്നാണ് നമ്മുടെ പൂർവികർ കരുതിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ വളരെ വ്യാപകമായി നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പൂവാണ് അരളി. അതിമാരകമായ വിഷമാണ് അതിലടങ്ങിയിരിക്കുന്നത്. പക്ഷേ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, ആരും ചോദിക്കുവാനും പറയാനും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ ക്ഷേത്രങ്ങളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് എന്ന ഖേദകരമായ വസ്തുതയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. നെറിയം ഒളിയാണ്ടർ എന്നാണ് ഈ അരളിയുടെ ശാസ്ത്രീയ നാമം. പല സ്ഥലങ്ങളിൽ അതിന് പല പേരുകൾ പറയുന്നുണ്ട്. ഫ്രഞ്ച് വില്ലോ എന്നും കരവീരമെന്നും ഒക്കെ അതിന് ധാരാളമായ പേരുണ്ട്. ആ ഫ്രഞ്ച് വില്ലോ എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു വരത്തനാണ് എന്ന്. എന്തുകൊണ്ടാണ് ഈ അരളിപ്പൂ നമ്മുടെ കേരളത്തിൽ ഇത്ര സമർത്ഥമായി വരുന്നത് എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിലെ ദേശീയ ഹൈവേകളുടെ മധ്യത്തിലും മറ്റും ഇത് ധാരാളമായി വയ്ക്കുന്നുണ്ട്. അധികം പൊക്കമുണ്ടാവുന്നില്ല, ചെറിയ പൂക്കളാണ്, എവിടെയും ഏത് വേസ്റ്റ് ലാൻഡിലും വളരും. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ ഈ അരളിച്ചെടികൾ വെക്കുന്നത്. കാണാൻ തീർച്ചയായും നല്ല ഭംഗിയുള്ള ചെടികളാണ്. അതുകൊണ്ട് തന്നെ ഈ അരളിച്ചെടിയുടെ പൂക്കൾ അവിടെ നിന്ന് ശേഖരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുന്നു. അത്തപ്പൂ ഇടുമ്പോൾ അടക്കം, കേരളത്തിലെ ക്ഷേത്രാരാധനയ്ക്കടക്കം, കേരളത്തിലെ ദൈനംദിന പൂവിപണിയിൽ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന ചെടിയാണ് ഈ അരളി എന്നുള്ളത്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ പരമ്പരാഗതമായ പൂക്കളിൽ ഒരിക്കലുമില്ലാതിരുന്ന അരളി ഇപ്പോൾ ക്ഷേത്രങ്ങൾക്കുള്ളിലേക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നു. നിവേദ്യങ്ങളിൽ പോലും അത് ഇട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന കാഴ്ച, ഞെട്ടിപ്പിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 10-14 അരളിയുടെ പൂവോ ഇലയോ ഒരു മുതിർന്ന ആൾ കഴിച്ചാൽ അയാൾ തൽക്ഷണം മരണപ്പെടും. അതിൻ്റെ ഒരു ഇലയോ പൂവോ പോലും ഒരു കുട്ടിയുടെ മരണത്തിന് കാരണമാകുമെന്നാണ് വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അമേരിക്കയുടെ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ, അവരാണ് നാഷണൽ സെൻറ്റർ ഫോർ ബയോഡൈവേഴ്സിറ്റി ഇൻഫർമേഷൻ എന്ന പേരിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളെക്കുറിച്ച് വളരെ വ്യാപകമായി അവബോധം നൽകുന്നത്. അവർ പറയുന്നത് ഇത് ഫാറ്റലായ മരണകാരണമാകുന്ന ഒരു സസ്യമാണ് എന്നാണ്. അടിമുടി അതിൽ വിഷമുണ്ട്, അതിൻ്റെ കറയ്ക്ക് വിഷമാണ്, അതിൻ്റെ തണ്ടും വേരും ഒക്കെ മാരക വിഷം അടങ്ങിയതാണ്. അരളിയുടെ പൂവോ ഇലയോ മറ്റോ ഉള്ളിൽ ചെന്നാൽ തലവേദന, ഛർദി, രക്തത്തോടു കൂടിയ വയറിളക്കം, ഹൃദയസ്തംഭനം അടക്കം നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന ഒരവസ്ഥയാണ് ഇതുകൊണ്ട് സംജാതമാകുന്നത്. ഒറിയാൻഡ്രിൻ, ഒറിയാൻഡ്രോസൈഡ്, നെറിയോസൈഡ്, ടെവറ്റിൻ, ടെവറ്റോക്സിൻ എന്നിങ്ങനെ നിരവധിയായ വിഷകാരികൾ ഈ ചെടിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായുള്ള ആളുകൾ ക്ഷേത്രങ്ങളിൽ ഈ ചെടി വെച്ചുപിടിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുകയും അത് നിവേദ്യത്തിൻ്റെ ഭാഗമായോ പ്രസാദത്തിൻ്റെ ഭാഗമായോ നിങ്ങൾക്ക് തരുമ്പോൾ അതിനെ നിഷേധിക്കുകയുമാണ് വേണ്ടത്. നമ്മുടെ ദേവതകൾക്കും ഈ വിഷപ്പൂ അർച്ചിക്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ളത് ഭക്തരായ ആൾക്കാരാണ് പറയേണ്ടത്. ആരണ്യകത്തെ പോലെ ഒരു പരിസ്ഥിതി ചാനലിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ്റെ ഉള്ളിൽ ചെല്ലുകയും
മനുഷ്യനുമായി അത് ഇടപഴകുവാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുമായി ഈ വിഷയം പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും പൂജാപുഷ്പമായി കരുതേണ്ട ഒന്നല്ല അരളി. അത് വർജിക്കപ്പെടേണ്ടതാണ്. അത് പരിസ്ഥിതിക്കും മനുഷ്യനും നമ്മുടെ ചുറ്റുപാടിനും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും ഹാനികരമാണ്. ഈ വീഡിയോ എല്ലാവരും അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.